ഹായ് ഓൾ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രിങ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലെ എന്താണ് സ്ട്രിങ്സ്, എങ്ങനെയാണ് അതിനെ നമ്മൾ എഴുതുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സോ സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനൊരു വേരിയബിളിലേക്ക് ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ എപ്പോഴും കോഡ്സിനുള്ളിലാണ് സ്ട്രിങ്സ് എഴുതുക. സോ ഞാൻ ഇതേപോലെ ഹെക്സെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്യിക്കാൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഹെക്സെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു നമ്മൾ കൊടുത്ത എയിൽ കൊടുത്ത സ്ട്രിങ്ങിനെ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് അറേ പോലെ തന്നെയാണ്. അറേ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് സ്ട്രിങ്സും പ്രവർത്തിക്കുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ ക്യാരക്ടേഴ്സിനെ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അറേയിൽ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആയിരുന്നു. സോ ഈ ഒരു ക്യാരക്ടേഴ്സിന്, ഈ ഒരു സ്ട്രിങ്സിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ അറേയിൽ എങ്ങനെയാണോ യൂസ് ചെയ്തത് അല്ലെങ്കിൽ എലമെന്റ്സിനെ ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത് അതേ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് അറേയിൽ നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു എലമെന്റ്സിനെ ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. സെയിം പ്രൊസീജിയർ ആണ് ഇവിടെയും. നമുക്ക് ഓരോ അറേ പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ലെഫ്റ്റ് ടു റൈറ്റ് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എ ഓഫ് 5 കൊടുക്കുന്നു. അതായത് 0, 1, 2, 3, 4, 5 ഫിഫ്ത്ത് പൊസിഷനിലിരിക്കുന്ന ക്യാരക്ടർ ഏതാണോ അത് റിട്ടേൺ ചെയ്യണം. സോ എൻ ആയിരുന്നു ഫിഫ്ത്ത് പൊസിഷനിൽ ഇരുന്നത്. നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പൊസിഷൻ മാറ്റി കൊടുക്കാം. ഞാൻ 3 കൊടുക്കുന്നു. 3 തേർഡ് പൊസിഷനിൽ സി ആണ് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് 6th പൊസിഷനിൽ നോക്കാം. ആകെ 6 പൊസിഷൻസ് ആണുള്ളത്. നമുക്കിവിടെ ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെയായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണോ അറേ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ നമുക്കിനി കുറച്ച് സ്ട്രിംഗ് മെത്തേഡ്സ് നോക്കാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരറ്റ് അല്ലെങ്കിൽ ചാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റ് ഏതാണോ, ക്യാരക്ടർ ഏതാണോ അതിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുള്ള വേരിയബിൾ ആണ്. അതേ ഡോട്ട് ചാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതെടുക്കാം. ഇതിനുള്ളിൽ നമ്മൾ ഒരു പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കണം. സോ അതിലായിട്ട് പാരാമീറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അതിന്റെ ഏത് പൊസിഷനിലാണോ ഉള്ള എലമെന്റിനെയാണോ ക്യാരക്ടറിനെയാണോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ 3 എന്ന് കൊടുത്തു. സി ആണ്, നമുക്ക് സി റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ 6 കൊടുത്തു നോക്കാം. നമുക്ക് ടി ആണ് കിട്ടേണ്ടത്. ടി എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ചാരറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള ക്യാരക്ടറിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ചാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് രണ്ട് ടെക്സ്റ്റ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, രണ്ട് സ്ട്രിങ്സ് ഉണ്ട്. ഈ ഒരു രണ്ട് സ്ട്രിങ്സ് തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺകാറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മറ്റൊരു വേരിയബിളും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ വെൽക്കം എന്ന് കൊടുക്കുന്നു. സോ എനിക്കിവിടെ ഈ ഒരു വെൽക്കം ഹെക്സെന്റ് എന്ന് കിട്ടണം. അതായത് ഈ ബിയെ എയോട് കൂടി കോൺകാറ്റിനേറ്റ് ചെയ്യണം, അഥവാ യോജിപ്പിക്കണം. അപ്പൊ ഞാൻ ഈ ഒരു ചാർട്ട് മാറ്റിയിട്ട് ഇവിടെ എ ഡോട്ട് കോൺകാറ്റ് ബി എന്ന് കൊടുക്കാം. ഇപ്പൊ നമുക്ക് എ ആണ് ആദ്യം വരിക, ഹെക്സെന്റ് വെൽക്കം എന്നായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഇതൊന്ന് തിരിച്ചു കൊടുക്കാം. ബി ഡോട്ട് കോൺകാറ്റ് എ എന്ന് വരാം. അപ്പൊ നമുക്ക് വെൽക്കം ഹെക്സെന്റ് എന്ന് കിട്ടണം. നമുക്ക് ഇതേപോലെ കോൺകാറ്റിനേറ്റ് ചെയ്ത് രണ്ട് സ്ട്രിങ്ങും കൂടി ഒറ്റ ഒരു സ്ട്രിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കോൺകാറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഇനിയുള്ളത് എന്ന് പറയുന്നത് നമുക്ക് ടു ലോവർ കേസ് ആണ്. അതായത് നമ്മൾ ഫുള്ള് അപ്പർ കേസിൽ കൊടുക്കുന്ന ലെറ്റേഴ്സിനെ പേരിൽ പറയണ പോലെ തന്നെ ലോവർ കേസിലേക്ക് മാറ്റുന്നു. ഞാനിത് ഫുള്ള് അപ്പർ കേസിൽ ഹെക്സെന്റ് എന്ന് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ലോവർ കേസിലേക്ക് മാറ്റാൻ പോവാണ്. സോ എ ഡോട്ട് ടു ലോവർ കേസ് ഇതേപോലെ കൊടുത്തു. മെത്തേഡ് ബ്രാക്കറ്റ് കൊടുക്കാം.
നമുക്ക് ഫുൾ ലോവർ കേസിലേക്ക് മാറ്റി സെയിം സ്ട്രിംഗ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇതേപോലെ തന്നെ വരുന്നതാണ് ടു അപ്പർ കേസ്. നമുക്ക് ഫുൾ സ്മോൾ ലെറ്റേഴ്സിൽ കൊടുത്തു നോക്കാം. ഇതിനെ നമുക്ക് അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടു ലോവർ കേസും ടു അപ്പർ കേസും. ഇനി നമുക്ക് അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ഞാൻ ഈ ഒരു സ്ട്രിങ്ങിനെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്നൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ലേൺ ഫ്രം ഹെക്സെന്റ് എന്ന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എയിലേക്ക്. നമുക്ക് ഈ ഒരു എയിനെ ഒന്ന് സ്ലൈസ് ചെയ്ത് നോക്കാം. അതായത് ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഹെക്സെന്റ് എന്നുള്ള ഈ ഒരു വേർഡ് മാത്രം, ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എ ഡോട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലൈസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഇതിന് നമ്മൾ 2 പാരാമീറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഒന്ന് ഏത് ഇൻഡെക്സിൽ നിന്നാണോ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത് അത് എവിടെ വരെയാണോ കട്ട് ചെയ്യേണ്ടത് അതേ +1. അതായത് അതിന്റെ കൂടെ ഒരു പൊസിഷൻ നമ്പർ കൂടെ കൂട്ടി വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. നമുക്ക് 11ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 11, 12, 13, 14, 15, 16, 17. നമുക്ക് 17 വരെയാണ് കിട്ടേണ്ടത്. സോ ഞാൻ 18 കൊടുക്കുന്നു. ഒന്നുകൂടി കൂട്ടി വേണം നമുക്ക് കൊടുക്കാനായിട്ട്. കറക്റ്റ് ആയിട്ട് ആ ഹെക്സെന്റ് എന്നുള്ള വേർഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ സ്ലൈസ് മെത്തേഡിൽ 2 പാരാമീറ്റേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഏത് പൊസിഷനിൽ നിന്നാണോ കട്ട് ചെയ്ത് തുടങ്ങേണ്ടത് ആ പൊസിഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അടുത്തതെന്ന് പറയുന്നത് ഏത് പൊസിഷൻ വരെയാണോ, ഏത് ക്യാരക്ടർ വരെയാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ ക്യാരക്ടറിന്റെ പൊസിഷൻ +1 അങ്ങനെ കൊടുക്കുക. ഇതാണ് നമ്മൾ സ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം കട്ട് ചെയ്ത് കിട്ടും.